മൈ ഡിയർ ബിസിനസ് ഓണേഴ്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയ പോലെ അംബാസഡർ കാർ പോലെ നിങ്ങളുടെ ബിസിനസ്സും കിക്ക് ഔട്ട് ചെയ്തേക്കാം. അത്രയും വലിയ ടെക്നോളജിയാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആമസോൺ ഗോ. എന്താണ് ആമസോൺ ഗോ? ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഏറ്റവും ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ പരിപാടി എന്താ? ഫാമിലി ആയിട്ട് പോകുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ട് തോന്നിയ പരിപാടി പറയാം. എല്ലാം പർച്ചേസിങ് ഒക്കെ വളരെ ഈസിയാണ്. നമുക്കിങ്ങനെ നേരെ ട്രോളിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടത്തി നമുക്കൊരു എൻജോയ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. പർച്ചേസിങ് കഴിഞ്ഞിട്ട് ബില്ലിങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ടല്ലോ, ദേഷ്യം വന്നു പോകും. എന്നിട്ട് അവിടെ കുറച്ച് ബബിൾക്കൊക്കെ വെച്ചിട്ടുണ്ടാവും, അതൊക്കെ തിന്ന് നമ്മളിങ്ങനെ കാത്തിരിക്കണം. എന്നിട്ട് ആ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് പർച്ചേസിങ്ങിന് അധികം സമയം ബില്ലിങ്ങിൻ്റെ നീണ്ട ക്യൂ. ലുലുവിലൊക്കെ പോയി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ അനുഭവം ഉണ്ടാവും. കാര്യങ്ങളാകെ മാറി മറിയാണ്. ജസ്റ്റ് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എടുക്കുന്നു, പുറത്ത് വരുന്നു, ഒരു സ്റ്റാഫും ഇല്ല, ആരുമില്ല. ഇസ് ഇറ്റ് പോസിബിൾ? പോസിബിൾ ആണ്, അല്ലെങ്കിൽ പോസിബിൾ ആയി. ആമസോൺ ഗോ സൂപ്പർ മാർക്കറ്റ്. അതിന് ഡീറ്റെയിലേക്ക് വരാം. എന്താണ് ഇതിൻ്റെ ടെക്നോളജി, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞുതരാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ടാവും. അവിടെ ആളുകൾ വരുന്നത് പർച്ചേസ് ചെയ്യുന്ന പോകുന്നതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ കാണാൻ കൂടെ സാധിക്കുന്നുണ്ടാവും. എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ആമസോൺ ഗോ എന്നുള്ള ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരെ ആ ആപ്പ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. സൂപ്പർ മാർക്കറ്റിലേക്ക് എൻ്റർ ആയതിനു ശേഷം നമുക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു റാക്കിൽ നിന്ന് ഒരു സാധനം എടുക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ആ റാക്കിൽ നിന്ന് ഒരു സാധനം എടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാലറ്റിലേക്ക് ഇത് ആഡ് ആവും. നമ്മൾ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ പോകുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ വാലറ്റിലേക്ക് ആഡ് ചെയ്യൂലേ, ആ വാലറ്റിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ അത് വാലറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. നമുക്ക് വേണ്ടാത്ത നമ്മൾ വാലറ്റിൽ നിന്ന് റിമൂവ്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വാലറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവും. ഇതിനു വേണ്ടി ആമസോൺ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി ഒന്ന് കമ്പ്യൂട്ടർ വിഷൻ ആണ്, മറ്റൊന്ന് ഡീപ്പ് ലേണിംഗ് അൽഗോരിതം, അതേപോലെ തന്നെ സെൻസർ ഫ്യൂഷൻ, ഏകദേശം ഒരു ഡ്രൈവർ ഇല്ലാത്ത കാർ പോകുന്ന ടെക്നോളജി. ഇതിന് ആമസോൺ വിളിക്കുന്നത് വാക്കൗട്ട് ടെക്നോളജി എന്നാണ്. കാരണം എന്താ, വൺസ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് ഇറങ്ങി പോകാം. നിങ്ങൾ ഇറങ്ങി പോകുന്ന സമയത്തോട് കൂടിയിട്ട് അവർ നിങ്ങൾ പർച്ചേസ് ചെയ്ത സാധനം ആമസോൺ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുകയും ആമസോൺ അക്കൗണ്ടിൽ അതിൽ നിന്നുള്ള പൈസ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അവരെടുക്കുകയും ചെയ്യും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, അതിൻ്റെ ബില്ലും കിട്ടും. ആമസോൺ അവസാനിപ്പിക്കുന്ന അവരുടെ ഈ പരസ്യം അവസാനിക്കുന്ന വളരെ രസകരമായിട്ടാണ്. അവിടെ പരസ്യം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ആമസോൺ ഗോ, നോ ലൈൻസ്, നോ ചെക്കൗട്ട്. സീരിയസ്ലി. അപ്പോൾ ഇങ്ങനെ മാറി മറിയുന്ന കാലത്ത് നമ്മൾ ഇത്ര ടെക്നോളജിയെ കുറിച്ച് അപ്ഡേറ്റ് ആവണം. ഇനിയും 2 വർഷം കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? അതേപോലെ ഗൂഗിളിൻ്റെ ഡീപ്പ് മൈൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു പ്രോഗ്രാമാണ് മൊബൈൽ അലോഹ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഫിസിക്കൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്ലീനിങ് പോലുള്ള കാര്യങ്ങൾ, മറ്റുള്ള ചെടി നനക്കുന്നത് പോലെ, ഫുഡ് ഉണ്ടാക്കുന്നത് പോലെയൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന റോബോട്ട്സുകൾ 20 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് മേക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ റിസോഴ്സുകളെല്ലാം അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പബ്ലിക്കിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇത്തരം അപ്ഡേഷൻസിന് വേണ്ടി ഞങ്ങൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത്, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആസ് എ ഓൺട്രപ്രണർ യു മസ്റ്റ് ബി അപ് ടു ഡേറ്റഡ്. അതർവൈസ് ഈ കുക്ക് ഔട്ട്. നിങ്ങൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നിങ്ങളെപ്പോൾ പുറത്ത് പോയാൽ മതി എന്ന് ചോദിച്ചാൽ മതി. അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത് ആസ് എ ഓൺട്രപ്രണർ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ബി റെഡി ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.